അങ്ങനെ ബ്രേക്കപ്പ് ഉണ്ടാവുന്നു. ബ്രേക്കപ്പിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ഇറങ്ങുന്നു. അപ്പോൾ നമ്മളും സ്വാഭാവികം ചിന്തിക്കുമല്ലോ, ഓക്കെ കുറച്ച് ഫ്രണ്ട്സ് ആ വ്യാജേന വീഡിയോയുടെ പുറകെ പോയി, എന്നാലും നമ്മളെ മനസ്സിലാക്കുന്ന ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കാണും. അതുപോലും അപ്പൂസിൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നോ? അതുപോലും ഇല്ലായിരുന്നു. എനിക്കൊന്ന് വിളിച്ച് സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരാൾ കേട്ടിരിക്കുവാന്ന് വെച്ച് വലിയ കാര്യമാണ്. വലിയ കാര്യമാണ്. ഒരാൾ കേൾക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയെന്ന് അപ്പൂസ് അറിഞ്ഞത് എപ്പോഴാ? ഇത് ഈ ഷെയർ ആയി വന്നോ ഒരുപാട്? ഒത്തിരി പേര് എന്നെ വിളിച്ച്, ഒത്തിരി ഫ്രണ്ട്സ് ആയാലും ഒത്തിരി പേര് വിളിച്ച് ഇന്ന പോലെ വീഡിയോ ഇറങ്ങി. ഈ വിളിച്ച് പറയാൻ ഒത്തിരി പേര് ആൾക്കാരുണ്ടായിരുന്നു. നിന്റെ വീഡിയോ കണ്ടുകൂടി വിളിച്ച് പറയാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. എനിക്കതൊന്ന് ഷെയർ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. എടി അത് ഫേക്ക് ആണ്, എങ്ങനെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല കൂടെ. എന്ത് ചെയ്യാൻ പറ്റും? പലതവണയാണെങ്കിൽ പോലുവേ എടി ഞാനല്ലടി അത്, എൻ്റെ വീഡിയോ അല്ലടി എന്നൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പൂസ്? കുറേ പ്രാവശ്യം. അപ്പോഴൊക്കെ അവരുടെ റിപ്ലൈ എന്തുവായിരുന്നു? എനിക്ക് എങ്ങനെ ഉണ്ട്, ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എങ്ങനെ പറയും തിരിച്ച്? ഞാൻ അപ്പൂസിനെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, അപ്പൂസിന് ഫ്രണ്ട് സർക്കിളിൽ അപ്പൂസിനേക്കാൾ പ്രായം കൂടിയ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പം ആ ചേട്ടന്മാർ സ്വന്തം സഹോദരിയെ പോലും അപ്പൂസിനെ കാണുന്നു, അപ്പൂസ് ചേട്ടന്മാരായിട്ട് അവരെയും കാണുന്നു. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ആ ചേട്ടന്മാരോട് പോലും ചേട്ടാ ഇത് ഞാനല്ല എന്ന് പറഞ്ഞപ്പം 2 ബ്ലൂടിക്ക് ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. റിപ്ലൈ അത് വല്ലാത്തൊരു ബ്ലൂടിക്കായിരുന്നു. റിപ്ലൈ ഇല്ലായിരുന്നു. റിപ്ലൈ ഇല്ലായിരുന്നു. അത് വല്ലാത്തൊരു സിറ്റുവേഷൻ. ഞാൻ എപ്പോഴും അത് പറയുന്ന ഒരു കാര്യം പറയാം. ശരിക്കും ആ കണ്ണുകളിലുണ്ട് കേട്ടോ വിഷമം. അവർക്ക് മെസ്സേജ് അയക്കുമ്പം പോലും അപ്പൂസിൻ്റെ മൈൻഡ് അവരെന്നെ സഹായിക്കുമെന്നായിരുന്നു അപ്പൂസേ? ഉണ്ടായിരുന്നു. ആൾക്കും അറിയായിരുന്നു അവര്. ഈ കഥകളെല്ലാം അവർക്കറിയായിരുന്നു, റിലേഷൻ ഉണ്ടായിരുന്നെന്നും. പക്ഷെ ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയത് പോലും അവർ വിശ്വസിച്ചു പോയി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആരുമില്ല, ഒറ്റപ്പെട്ട അവസ്ഥ, മരിക്കാൻ വരെ തോന്നിയില്ലായിരുന്നോ? അപ്പൂസ് നീ കരയില്ലേ? അന്ന് നിന്നെ കേട്ടിരിക്കാൻ ആരുമില്ലായിരുന്നു, ഇന്ന് നിന്നെ കേട്ടിരിക്കാൻ ഈ കാണുന്ന എല്ലാ മലയാളികളും നിൻ്റെ കൂടെ ഉണ്ടടി. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മച്ചാമാരെ, ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ച് വലിയൊരു പാഠം പറയാമല്ലോ. ഇന്ന് അപ്പൂസ് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ മുന്നിൽ ഇൻ്റർവ്യൂവിന് വരാൻ നേരത്ത് ഭയങ്കര ചിരി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചിരിക്കുകയും ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചൊരു വ്യക്തി അപ്പൂസ്. പക്ഷേ ഈ ഒരു കഥ കേട്ടപ്പം ഇത്രയും വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ച ഒരു വ്യക്തി ഇത്രയും ചിരിക്കുന്നേ, അത് ചെറിയ കാര്യമല്ല. എനിക്കൊന്ന് അപ്പൂസ് ജീവിതത്തെ അനുഭവിച്ച പോലെ സ്ട്രഗിൾ ഒരു സ്ത്രീകളും അനുഭവിച്ചിട്ടില്ലല്ലേ? അത് തിരിച്ചറിഞ്ഞായിരുന്നോ? സത്യം. ഇപ്പൊ തെറ്റിദ്ധാരണയായിട്ട് പറയുന്ന ആളുകളുണ്ടല്ലോ, പുറത്തുനിന്ന് കാണുന്നവർക്ക് എളുപ്പമായിരിക്കും, നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ എൻ്റെ വിഷമം. അത് ഞാൻ ശരിക്കും അറിഞ്ഞു. തെറ്റിദ്ധരിച്ച ആളുകളോട് ഈ ക്യാമറയ്ക്ക് മുന്നിൽ നോക്കി പറയാനുള്ളത് എന്തുവാ? നിങ്ങൾ സ്വന്തം സഹോദരിക്കോ ഒരു അമ്മയ്ക്കോ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. പക്ഷെ പുറത്ത് നിൽക്കുന്നവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും നമ്മളെ കളിയാക്കുമ്പോൾ. അപ്പൂസെ നീ കരയല്ലേ? നിന്നോട് സ്നേഹത്തോടെ ഞാൻ പറയാം, അന്ന് നിന്നെ കേട്ടിരിക്കാൻ ആരുമില്ലായിരുന്നു. ഇന്ന് നീ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ലൈഫിലെടുത്തൊരു തീരുമാനമാണ്. തെറ്റ് ചെയ്തെങ്കിൽ നീ ഇന്ന് ജീവനോട് ഇരിക്കുമോ പറ? പക്ഷെ നിന്നെ മനസ്സിലാക്കാൻ ആരുമില്ലായിരുന്നു. ഇന്ന് നിന്നെ മനസ്സിലാക്കാൻ ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് അപ്പൂസിനോട് ഒറ്റ കാര്യമേ പറയാവുള്ളൂ, ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയല്ലേ അപ്പൂസ്? എന്താ ജീവിതം കൊണ്ട് പഠിച്ചത്? പറ. ജീവിതം തന്ന ഏറ്റവും വലിയ പാഠം എന്തോ അപ്പൂസിന്റെ ജീവിതത്തെ? നമുക്കൊരു വിജയം വരുമ്പോഴത്തേക്കും കൂടെ നിൽക്കാൻ എല്ലാവരും കാണും. എല്ലാവരും മീൻസ് റിലേറ്റീവ്സ്, നമ്മളെ വിളിച്ച് തിരക്കാനായിട്ട് ആൾക്കാർ ഒത്തിരി പേര് കാണും. നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും
ബാഡായിട്ടൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ കൂടെ ആരും കാണത്തില്ല. ആരും. നമുക്ക് നമ്മളെ ഉള്ളൂ. നമുക്ക് നമ്മളെ ഉള്ളൂ. അത് നമ്മൾ പഠിച്ചു. ഇനി കരച്ചിലോ ഒന്നും വേണ്ട. കാരണം 20 വയസ്സല്ലേ ഉള്ളൂ. 20 വയസ്സിൽ തൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ദുരനുഭവം വന്നു. ആ അനുഭവത്തെ മറികടന്ന് ഇന്ന് ജീവനോടെ ജീവിതത്തിൽ പഠിച്ച പാഠങ്ങളോട് പൊരുതി ഇന്നിരിക്കണമെന്നുണ്ടെങ്കിൽ അബൂസേ ശരിക്കും കേട്ടോ.